പാലായിൽ വിജയം നേടുക എന്ന ലക്ഷ്യത്തോടെ സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ബി.ജെ.പി. എന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ്. പാലായിൽ ആരാണ് സ്ഥാനാർത്ഥി എന്നത് ദേശീയ പാർലമെന്ററി സമിതി തീരുമാനിക്കും. നിലവിൽ പറഞ്ഞു കേൾക്കുന്ന സ്ഥാനാർത്ഥികൾ തന്നെയാവും മത്സരരംഗത്ത് എന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാനാവില്ല. പാലായുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതിൽ പലരും ഏത് മുന്നണിയിൽ മത്സരിക്കുമെന്ന് വ്യക്തമല്ലെന്നും ഷോൺ ജോർജ് പറഞ്ഞു. നിൽക്കുന്ന നിപ്പിൽ നമുക്ക് എങ്ങോട്ടാണ് ഇവരൊക്കെ പോകുന്നത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഉള്ളത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ആരാണ് സ്ഥാനാർത്ഥി നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞത്. ഇവരൊക്കെ ഏത് മുന്നണിയാണ് ഇപ്പോൾ ഇലക്ഷൻ എടുക്കുമ്പോൾ ഏത് മുന്നണിയാണ് ഇപ്പോൾ ഇന്ന് LDFിൻ്റെ ജാഥ നയിക്കേണ്ടത് അദ്ദേഹമാണ്. LDFിൻ്റെ പ്രാദേശിക ജാഥകൾ അതിന് കാണുന്നില്ല, അത് എത്തിയില്ല എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. അപ്പം എന്താണ് അവരുടെയൊക്കെ രാഷ്ട്രീയം നമുക്കറിയാം. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് തീരുമാനം ഇവരൊക്കെ എടുക്കും എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല. കാരണം സ്വാഭാവികമായ രാഷ്ട്രീയം നമുക്കറിയാം. അവർക്കൊരിക്കലും ഇടതുപക്ഷം വിട്ടു പോകേണ്ട ഒരു സാഹചര്യം അവരെ സംബന്ധിച്ചില്ല. പക്ഷേ എങ്കിലും ജയസാധ്യതകൾ പരിഗണിക്കുമ്പോൾ അവർക്ക് ഇവിടെ നിന്നാൽ LDFിൽ നിന്നാൽ അവരുടെ മുഴുവൻ MLAമാരും തോറ്റുപോകുന്നൊരു സാഹചര്യമാണുള്ളത്. അവിടെ നിന്നും രക്ഷപ്പെടാൻ എവിടെയെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ MLAമാരെ ജയിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ള ചിന്തയായിരിക്കാം ഇത്തരത്തിലുള്ള ഈ മുന്നണി. അല്ല, ഇതിനു മുമ്പ് ഇങ്ങനെയാണല്ലോ, നമുക്കറിയാം. മുന്നണി മാറുന്നതിന് പ്രത്യേകിച്ച് കാരണം വേണ്ടാത്ത ആളുകളാണല്ലോ ഇവർ. ബി.ജെ.പിക്ക് ഉറച്ച അടിസ്ഥാന വോട്ടുകളുള്ള പാലായിൽ സംഘടന ശക്തിപ്പെടുത്തി വിജയമുറപ്പിക്കുക എന്ന ദൗത്യമാണ് തനിക്കുള്ളതെന്നും സ്ഥാനാർത്ഥി ആരെന്ന് പാർട്ടി നേതൃത്വം തീരുമാനിക്കുമെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. അല്ല, അങ്ങനെ സീറ്റിൻ്റെ കാര്യത്തിൽ വ്യക്തതയൊന്നും ആയിട്ടില്ല. വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുടെ സിസ്റ്റം അങ്ങനെയാണ്. അത് ദേശീയ പാർലമെൻ്ററി ബോർഡാണ് ആ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്. പാലാ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സംഘടനാ മിഷനറി ശക്തിപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്വമാണ് എനിക്കിപ്പോൾ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കാനുള്ള ഉത്തരവാദിത്വം മാത്രമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ആ ഉത്തരവാദിത്വമാണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സ്ഥാനാർത്ഥിമാരാരെന്നുള്ളതൊന്നും ഫിക്സ് ആയിട്ടില്ല. ഇപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയം നമ്മൾ പരിശോധിച്ചാൽ ആരേത് മുന്നണിയാണെന്ന് പറയാൻ പറ്റില്ലാത്തൊരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഈ പറഞ്ഞ പരാമർശിക്കപ്പെടുന്ന പേരുകളൊക്കെ പാലായിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ന് കാണുന്ന രാഷ്ട്രീയ സാഹചര്യം പറയാൻ പറ്റില്ല. അത് ആര് സ്ഥാനാർത്ഥിയാണെങ്കിലും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിക്ക് ഒരു ബേസ് വോട്ടുണ്ട് ഇവിടെ. അതിൽ മാത്രമല്ല, നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ പാലായിൽ നമുക്ക് അനുകൂലമാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പാലായിൽ മാത്രമല്ല, പാലായും പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും ഉൾപ്പെടെയുള്ള A-ക്ലാസ് മണ്ഡലങ്ങളാണ് ബി.ജെ.പിയുടെ. അവിടെ എല്ലാം വലിയ പോരാട്ടമാണ് ബി.ജെ.പി കാഴ്ചവെക്കാൻ പോകുന്നത്. ഏറ്റവും ഉചിതമായ സ്ഥാനാർത്ഥികളെ അതാത് സമയത്ത് പാർട്ടി ഫിക്സ് ചെയ്യും.